എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ 4 വർഷം കംപ്ലീറ്റ് ആയി 5ാം വർഷത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ മനോഹരമായ വിശേഷങ്ങളും ഓർമ്മകളും, അതുപോലെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ആ ഒരു ദിവസത്തിലെ ആ ഒരു നമ്മൾ ചെറിയ രീതിയിൽ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിലെ ആ ഒരു പ്രത്യേകതകളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം, അതായത് നമ്മൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് പുൽപ്പറ്റ എന്ന ഗ്രാമത്തിലെ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലൊക്കേഷനാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ. അല്ലാതെ അത് ഇവിടെ നിന്ന് കാണാനും അതായത് നമുക്കൊരു പ്രകൃതി ഭംഗി, ആ നാട്ടുമ്പുറത്തിൻ്റെ പ്രകൃതി ഭംഗി, വയൽ, ഇതൊക്കെ കാണാൻ പറ്റിയ മനോഹരമായ സ്ഥലം. അപ്പോൾ വെച്ചാൽ ഇവിടെ തൊട്ട് പുറകിൽ പുൽപ്പറ്റ മഹാദേവ ക്ഷേത്രം, പിന്നെ തൊട്ട് നേരെ ഇവിടുന്ന് തന്നെ അങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിറക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളും തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 4 വർഷം ഇവിടെ കംപ്ലീറ്റ് ആയി. 2022 ജനുവരിയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം അതായത് നമ്മളെ ഫുൾ വീഡിയോ ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ ചിത്രീകരിച്ചത് ഈ പുൽപ്പറ്റ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മൾ തുടക്കം. പിന്നെ ഇൻട്രൊഡക്ഷൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ നമ്മൾ ആ ഇൻട്രോ ഷൂട്ട് ചെയ്ത്. അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ഷർട്ട്, ഈ ചുവന്ന ഷർട്ടാണ്. അപ്പോൾ അതിനാണ് ഈ ഷർട്ടിന് ഇന്നും ഇട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എല്ലാ ഇതിലും നമ്മൾ ഈ ഒരു ഷർട്ട്, അന്നത്തെ ആ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ഓർമ്മ, ഒരു നൊസ്റ്റാൾജി ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ഈ ഷർട്ട് ഇങ്ങനെ അധികം ഇടലില്ല, ഈ ഒരു സമയത്ത് മാത്രം ഇങ്ങനെ അതിനായിട്ട് മാറ്റി വെച്ചാണ്. ഇപ്പോൾ മനോഹരമായ വയലാണ്, ചുറ്റിലും മനോഹരമായ വയൽ, പിന്നെ 2 ക്ഷേത്രങ്ങൾ, നല്ലൊരു ഗ്രാമീണ കാഴ്ച. പിന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചരിത്രം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഈ 2 ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. പിന്നെ നമ്മൾ ആദ്യകാലത്തെ വീഡിയോ ആണ്, അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചാനൽ അങ്ങനെ 4 വർഷം വളരെ സക്സസ് ആയിട്ട് തന്നെ അങ്ങനെയാണ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഈ ഒരു വർഷത്തിൽ നമ്മൾ ഇതുപോലെ കുറച്ച് അതായത് ഔട്ട്ഡോർ ദൃശ്യങ്ങളും മറ്റ് വിശേഷങ്ങളും ഹോട്ടൽ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള അതുപോലെ നമ്മൾ വീട്ടിലുള്ള ദൃശ്യങ്ങൾ, വീട്ടിലെ പാചകടക്കമുള്ള അതുപോലുള്ള വിശേഷങ്ങൾ, അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി വ്യത്യസ്തങ്ങളായ രീതിയിൽ, അതാണ് ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ആ ഒരു രീതിക്കാണ്.
കാരണം നമ്മൾ പ്രേക്ഷകരാണ് ഇപ്പോൾ നമ്മളെ ഒരു ചാനൽ സത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീഡിയോ ഇടലും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇപ്പം ഞാൻ ചെയ്തത്. പക്ഷേ നമ്മളാ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ചാനലിനെ പറ്റി ഒന്ന് 2 വാക്ക് പറയുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് ആദ്യത്തെ ഒരു 6 മാസത്തിൽ അങ്ങനെ ഔട്ട്ഡോർ വീഡിയോസ് മാത്രം ചിത്രീകരിച്ച് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ ചെയ്തിരുന്നത്. നമ്മളെ ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രേക്ഷകർക്ക്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ വലിയൊരു മാറ്റം, അതായത് ഒരുപക്ഷെ ചാനലിൻ്റെ കാര്യത്തിലാണ് ശരി, എൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിലാണ് ശരി, വലിയൊരു മാറ്റം വന്നത് ഒരു 6 മാസത്തിന് ശേഷം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്, അതായത് നമ്മൾ ആദ്യത്തെ 6 മാസം കഴിഞ്ഞു പിന്നെ അമ്മ ചാനലിൽ വന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനലിൻ്റെ ആ ഒരു ഗതി തന്നെ മാറ്റിയത്. അപ്പം അമ്മ ഉൾപ്പെടുന്ന ആ ഒരു പാചക വീഡിയോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട്. അത് ഫേസ്ബുക്കിലും ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഷോർട്ടായിട്ടുള്ള, അത് നമ്മൾ അന്ന് റീൽസ് ഇടാൻ തുടങ്ങി നമ്മൾ ഫേസ്ബുക്കിലെ പ്രൊഫൈലിൽ തന്നെ. അതിൻ്റെ മുമ്പൊന്നും ഫേസ്ബുക്കിൽ അങ്ങനെ ഇട്ടിരുന്നില്ല. നമ്മൾ കൂടുതലും മുഴുവനായിട്ട് യൂട്യൂബിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ആ ഒരു വീഡിയോ ഏകദേശം ഒരു 15 ലക്ഷത്തോളം ആളുകൾ കണ്ടു. ഒരു വീഡിയോയ്ക്ക്, ഒരു ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോഴും എനിക്ക് ഓർമ്മ ഉണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ പിന്നെ യൂട്യൂബിലും ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടു. ഫേസ്ബുക്കിൽ നമ്മൾ റീൽസ് ആണല്ലോ ഇടുന്നത്. അങ്ങനെ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടു. ഈ ഫുൾ വീഡിയോ ഇട്ടപ്പോഴാണ് അതും ഏകദേശം അന്നത്തെ ഇതിൽ ഏകദേശം ഒരു 45,000-50,000 അടുത്ത് അത് കണ്ടു. അതോടുകൂടി അവിടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടി. അതുവരെ ആകെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഒരു 250-300 അങ്ങനെയൊക്കെ സബ്സ്ക്രൈബറേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു വീഡിയോയോട് കൂടി തന്നെ ഏകദേശം നമുക്ക് 1000 സബ്സ്ക്രൈബർ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എത്താൻ തുടങ്ങി. പിന്നീട് ഇങ്ങനെ അമ്മേൻ്റെ വീഡിയോകളിൽ അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ അതെല്ലാം ഒരേപോലെ തന്നെ സ്വീകരിക്കൽ തുടങ്ങി. അങ്ങനെ വെച്ചാൽ നമ്മൾ പ്രേക്ഷകർ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരേപോലെ തന്നെ കാണാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു റീച്ച് ഒരേപോലെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് പോയി. നല്ല നല്ല കമൻറ്റുകൾ, കുറേ പ്രേക്ഷകർ. പിന്നെ മറ്റൊരു ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഇങ്ങനെ അത്യാവശ്യം റീച്ചായി ഞങ്ങൾ അതുവരെ നമുക്ക് ആരും അറിയുന്നില്ലല്ലോ, അങ്ങനെ കുറഞ്ഞ പ്രേക്ഷകരുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെയാണ് ഒരു തുടക്കം, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഈ വീഡിയോ ഒക്കെ അപ്പോൾ വന്നിങ്ങനെ റീച്ചായ ശേഷം ഞങ്ങൾ പുറത്ത് എവിടെയെങ്കിലും, ഇപ്പോൾ അന്ന് തന്നെ ആ ഒരു കാലത്തും പിന്നെ ഇപ്പോഴാണെങ്കിൽ അതെ ഇപ്പോൾ നല്ല ഇതായി. എപ്പോഴും ഏതെങ്കിലും ആയിട്ട് നമ്മൾ ഏതൊരു സ്ഥലത്ത് പോവുകയാണെങ്കിലും, ടൗണിലാണെങ്കിലും മറ്റേതെങ്കിലും ഫംഗ്ഷൻസിന് പോയിക്കോട്ടെ, നമ്മൾ പേഴ്സണലായിട്ടുള്ളതോ അല്ലാതെയുള്ളോ എവിടെ പോയാലും ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് നമ്മളോട് ഇങ്ങനെ വിശേഷങ്ങൾ ചോദിച്ച് എന്താണ് കാര്യങ്ങൾ, പിന്നെ അമ്മേൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങളായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത് ആളുകൾ നമ്മളെ തിരിച്ചറിയാൻ തുടങ്ങി. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. കേരളത്തിലാണെങ്കിലും കേരളത്തിൻ്റെ വെളിയിൽ, ഇന്ത്യക്ക് പുറത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. അത് പല ഓരോ വീഡിയോയ്ക്കും അതിനനുസരിച്ച് ഉള്ള. അപ്പോൾ അങ്ങനെ അത്രയും നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു ആ ഒരു ഇത്, അതാണ് നമുക്ക് അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു വളർച്ച, നമ്മളൊരു പേഴ്സണലി നമുക്ക് കിട്ടിയുള്ളൊരു മാറ്റം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം, അതായത് പ്രത്യേകിച്ച് നമുക്കെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാനാണെങ്കിൽ അറിയപ്പെടുന്നത്, വ്ളോഗർ, യൂട്യൂബർ. നമുക്ക് ആ യൂട്യൂബ് ചാനൽ തന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സൗഭാഗ്യം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. അതിപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിൻ്റെ ജീവൻ തന്നെ മാറ്റിമറിച്ച രീതിയിലുള്ളൊരു തീരുമാനമാണ് ആ 2022 എടുത്തത്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഈ പ്രേക്ഷകരും അതുപോലെ യൂട്യൂബ് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബിലാണ് നമ്മൾ പ്രധാനമായിട്ട് വീഡിയോ ഇടുന്നത്. മാത്രമല്ല യൂട്യൂബിലാണ് നമ്മൾ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഏറ്റവും മാക്സിമം ക്വാളിറ്റിയിൽ, ഇപ്പോഴാണ് നമ്മൾ 4K ചിത്രീകരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ ഒരു മാക്സിമം ലെങ്ത്തിൽ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഒരു ഫുൾ വീഡിയോ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ, എല്ലാവിധ രീതിയിലും ചെയ്യാനുള്ള ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വളരെ. അപ്പോൾ അതൊക്കെ വളരെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്കും, പിന്നെ ഞാൻ ബേസിക്കലി ഒരു വീഡിയോ എഡിറ്റർ അതുപോലെ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ പഠിച്ചു തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം, അതൊക്കെയാണ് കുറച്ച് മറ്റ് സന്തോഷങ്ങൾ. അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കണ്ടന്റുകൾ, നല്ല കണ്ടന്റുകൾ നോക്കി ചെയ്യാൻ. അപ്പോൾ അതിനൊക്കെ പറ്റിയ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലും യൂട്യൂബ് വളരെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കുള്ളൊരു ആ ഒരു കാര്യങ്ങളും ഓർമ്മകളും അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ നമ്മളെ പ്രേക്ഷകരായിട്ട് നമ്മൾ പങ്കുവെച്ചത്. ഇതുവരെ പ്രേക്ഷകർ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും, എല്ലാ തരത്തിലുള്ള പിന്തുണകളും അതേപോലെ തന്നെ തുടരും എന്നുള്ള ആ ഒരു വിശ്വാസം. അതുപോലെ നമ്മൾ ഇനി പുതിയ കണ്ടന്റുകൾ, പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മളെ ഈ ഒരു വീഡിയോ എന്ന് മാത്രമല്ല, ഇതുവരെ വന്നിട്ടുള്ള വീഡിയോകളെല്ലാം ഞങ്ങൾ അത് കണ്ട്
അതുപോലെ കമൻറ്റ്, പിന്നെ നമുക്ക് ഷെയർ ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും എല്ലാം തന്നുകൊണ്ട് അതിൻ്റെ ഒരു മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മൾ ആ ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും മറ്റ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അതിനൊരു മധുരം ഉണ്ടല്ലോ, ഇത് നല്ല ദിവസമാണല്ലോ. അപ്പോൾ ആ ഒരു മധുരം എന്നുള്ള രീതിയിൽ നമുക്ക് വീട്ടിലത്തെ ആ ഒരു കേക്ക് മുറിക്കുന്നതും ഒക്കെ അടക്കമായിട്ടുള്ള ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തി അതും കൂടി ഇന്ന് ഇനിയിപ്പോൾ ഇതിന് ശേഷം അതാണ്. ഇപ്പോൾ നേരെ നമുക്ക് ഇനി നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം നമ്മളൊരു മധുരം അതാണല്ലോ, മധുരം പങ്കിടാം. നമ്മളേതായാലും കേക്ക് ഉണ്ട്, പിന്നെ കുറച്ച് നമ്മൾ മിഠായി അതുണ്ട്, നമ്മൾ സ്വീറ്റ്സ് ആയിട്ട്. പിന്നെ അടുത്ത വീട്ടിലും കൊടുക്കണം, ഞങ്ങൾക്ക് കേക്കൊക്കെ വേറെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഒരു സ്പെഷ്യൽ. ഇപ്പം അമ്മ ഇവിടെയൊക്കെ രാവിലെ തന്നെയൊക്കെ റെഡിയായി ഒക്കെ ഒരുങ്ങി ഇരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ആ ഒരു ദിവസത്തെ നമ്മളിപ്പോൾ മറ്റു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മളിന്നും മധുരം പങ്കിടുന്നത് അതാണിപ്പോൾ. അപ്പോൾ ഇന്നത്തെ ആ ഒരു നമ്മളെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ദിവസം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും തുടർന്നും ഉണ്ടാകുന്നുള്ള ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, നമുക്ക് ഇനി വരും ദിവസങ്ങളിലുള്ള ആ ഒരു പലതരത്തിലുള്ള വീഡിയോകളെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് അപ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വീഡിയോകളുടെ ആ ഒരു യാത്ര നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.